ശ്രീനാരായണ ജയന്തിയോടനുബന്ധിച്ച് SNDP യോഗം 2173 ലോകമലേശ്വരം ശാഖയിൽ തൊഴിലുറപ്പ് അംഗങ്ങൾക്കും അംഗനവാടി വർക്കർമാർക്കും ആദരവ്, പ്രഭാഷണം, വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നിവ നടന്നു. സമ്മേളനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബ യൂണിറ്റുകൾ ഉണ്ടാക്കി ശക്തി പ്രാപിച്ച് അവിടെ യുവജനങ്ങളെയും ചേർത്തുകൊണ്ട് യൂത്ത് മൂവ്മെന്റുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി മുന്നോട്ട് പോയാലാണ് നമ്മൾക്ക് ആ പുതിയ തലമുറയെ നമ്മൾ എന്താണോ ശ്രീനാരായണ ഗുരു ഉദ്ദേശിച്ച് അതിലേക്ക് എത്തിച്ചേർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ സംഘടനയുടെ കീഴിൽ, ഇവിടുത്തെ യൂണിറ്റിൻ്റെ ശാഖയുടെ കീഴിൽ യൂത്ത് മൂവ്മെൻറ്റുകൾ ശക്തിപ്പെടുത്തണം. അതോടൊപ്പം വനിതാ സംഘം എല്ലായിടത്തും മിക്ക സ്ഥലത്തും അത്യാവശ്യം ശക്തി പ്രാപിച്ച് ഉള്ളവരാണ്. പക്ഷേ യൂണിറ്റുകൾ, മൈക്രോ യൂണിറ്റുകളൊക്കെ ഒത്തിരി ധാരാളം ഉണ്ടായിരുന്നു. അതിൻ്റെ കുറവുകളൊക്കെ ഇന്ന് ഉണ്ട്. നമ്മളൊക്കെ തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളാണ്. അപ്പോൾ 24 മണിക്കൂറും തികയാത്ത സമയമാണ്. പക്ഷേ എന്നിരുന്നാലും സമയം കണ്ടെത്തിക്കൊണ്ട് സംഘടനയെ ശക്തിപ്പെടുത്താൻ നമ്മൾ തയ്യാറാവണം. അതാണ് ഈ സമയത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും എൻ്റെ പുതിയ തലമുറയോട്, ഇവിടെ വിദ്യാഭ്യാസ അവാർഡ് വാങ്ങാനെത്തിയിട്ടുള്ള എൻ്റെ മക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുറേ വർഷത്തെ കഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് തന്നെ നിങ്ങൾ നേടിയ വിജയം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ പുറകിൽ നിങ്ങളുടെ ബ്രഹ്മചാരി സൂര്യ ശങ്കർ ഗുരുദേവ ദർശനവും യുവതലമുറയും എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. കാവ്യ മാധവൻ്റെ ഒക്കെ നാടാണ് നീലേശ്വരം. നീലേശ്വരത്ത് നിന്ന് കുറച്ച് ദൂരെയുള്ളൂ ബംഗളം. ഈ ബംഗളത്ത് ശിവഗിരി മഠത്തിന് 2 വർഷം മുമ്പ് ഒരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു മഠം എന്നാണ് പേര്. അപ്പോൾ അവിടുത്തെ ചാർജ് സ്വീകരിച്ച് ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ബംഗളാശ്രമത്തിൻ്റെ പുറകുവശത്ത് മുഴുവൻ പുല്ല് പിടിച്ച് കിടക്കുകയായിരുന്നു. പുല്ല് പിടിച്ച് പല വേസ്റ്റൊക്കെ ആയിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ ക്ലീൻ ചെയ്യാൻ സാധിക്കുമെന്നിങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് തൊഴിലുറപ്പ് പദ്ധതി. PK സത്യശീലൻ, OK വർഷകുമാർ, കൗൺസിലർമാരായ സന്തോഷ്, പ്രദീപ്, ധന്യ ഷൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. ശാഖാ പ്രസിഡന്റ് KB വിശ്വംഭരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി KM സുരേന്ദ്രൻ സ്വാഗതവും ശാലിനി വെങ്കടേഷ് നന്ദിയും പറഞ്ഞു.